ഹലോ ഗായ്സ്. ഫസ്റ്റ് ടൈം കോയമ്പത്തൂർ വന്നിട്ട് ഒറ്റയ്ക്ക് പോവാണ് ഔട്ടിങ്. ഞാനിപ്പോൾ ഞാൻ മൂവിക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയിക്കൊണ്ട് കോൺഫിഡൻസ് കുറവുണ്ട്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ റാപ്പിഡോ ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ചാർജ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാവശ്യം എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. മൂവിങ് ടു ദ കോളേജ് മെയിൻ ഗേറ്റ്. പെട്ടെന്ന് കട്ട് ചെയ്യാൻ കാരണം ഗായ്സ് അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു. ലെറ്റ്സ് റാപ്പിഡോ. എക്സ്ട്രാ ചാർജ് നിലവിൽ ചോദിച്ചിട്ടില്ല. ഹൗ ഇറ്റ് ഗോസ് ഐ ഡോണ്ട് നോ. ദിസ് ഇസ് മൈ കോളേജ്. വാക്കിംഗ് ടുവേർഡ്സ് ദ മെയിൻ ഗേറ്റ്. ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, എന്തിനാണെന്നറിയില്ല. ലെറ്റ്സ് സീ. റാപ്പിഡ് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. മെയിൻ ഗേറ്റ് എത്തി. ഇറ്റ്സ് വെയിറ്റ് നൗ. കിനാവിൻ വിമാനം കരയേറിയൊരു ദിനം, ഇളമുളം കാട്ടിലെ നീറുകൾ. ചില ജനാലകൾ താരകങ്ങൾ നേർക്കുനോക്കുമ്പോ മനോരാജ്യമാ ഗോപുരങ്ങളിൽ കോണിക്കേറുമ്പോ പല ഗ്രഹങ്ങളിൽ പറന്നലയും കഥയിലെ കുമാരരെ പോലെ, മായ പോലെയും ഭാവന. ടെൻഷനായി. 3 ആണെന്നാണ് എൻ്റെ ഒരു ഗസ്. ബട്ട് വർക്കിംഗ് ആണോ എന്നൊരു ഡൗട്ടില്ല കേട്ടോ. വിമാനം കരേറിയൊരു ദിനം, ഫസ്റ്റ് റോയിലാണ് സീറ്റ്. അനേകം നെബുലകൾ കടന്നേ പോയവർ തളിരിളം പ്രപഞ്ചം പലതിലൂടലഞ്ഞും തേടിയും തിരിച്ചാ മുളങ്കാടെത്തുമോ അനന്തം നെബുലകൾ കടന്നേ ഒരു ദിനം തിരിച്ചാ മുളങ്കാടെത്തുമോ എത്തുമോ
ഹോസ്റ്റലിലെത്തി. സത്യമല്ല, മൂവി കൊള്ളായിരുന്നു. ഓൾസോ എനിക്ക് കുറച്ച് പ്ലാൻസ് കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ബർഗർ വാങ്ങാൻ പോയി. ബർഗറിന് നല്ല തിരക്ക്. ലാസ്റ്റ് അവിടെ കുറേ നേരം ക്യൂ നിന്നു. ലാസ്റ്റ് കിട്ടി. ഞാൻ പാഴ്സൽ വാങ്ങിയിട്ട് വന്നു രാത്രിക്കുള്ളവര്. അപ്പം കുറച്ച് ടാൻ അടിച്ചു അല്ലേ ട്രെയിനത്ത് പോയപ്പോൾ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ലെങ്സ് കാട്ടിൽ പോയി കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാൻ ഒരു സ്പെക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെങ്സ് കാട്ടിൽ പോയി. അവിടെ പോയപ്പോൾ ആദ്യം ഞങ്ങൾ ഒരു ചേട്ടനായിട്ട് സംസാരിച്ചു. നമുക്ക് നോർമലായിട്ട് പറഞ്ഞു തരുമല്ലോ എങ്ങനെയുണ്ട് സ്പെക്സൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നു. അവസാനം ആ ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴ്ത്തിടാൻ പോയി. ഫോൺ താഴ്ത്തിടാൻ പോയപ്പോൾ പറയാ അയ്യോന്ന്. അപ്പോൾ മനസ്സിലായി അത് മലയാളിയാന്ന്. അപ്പോൾ മനസ്സിലായി ഒരാൾ വീഴുമ്പോഴാണല്ലോ നമ്മൾ പെട്ടെന്നായിട്ട് പറയാം മലയാളത്തിൽ അയ്യോന്ന്. അപ്പോൾ മനസ്സിലായി അത് മലയാളിയാന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു, ഇൻസ്റ്റ എക്സ്ചേഞ്ച് ചെയ്തു, റിട്ടേൺ. പിന്നെ എൻ്റെ മൂഡ് ടോട്ടലി പോയി. ഞാൻ സ്റ്റുഡിയോയിലൂടെയും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ പോകാൻ പറ്റിയില്ല. അവിടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നില്ല, ബ്രൂംഫീൽഡിലാണ്. അപ്പോൾ ലെങ്സിൻ്റെ കാട്ടുണ്ടായിരുന്ന കാരണം നോ ഷൂ. ഇപ്പോൾ എന്നിട്ട് റാപ്പിഡോ വാങ്ങി, റാപ്പിഡോ എടുത്തിട്ട് വന്നു. പക്ഷേ മൂവി കഴിഞ്ഞപ്പോൾ മൂവിയിൽ ഒറ്റയ്ക്ക് ഇരുന്നു. അപ്പോൾ എന്താണെന്നോ ഒരു സുഖമില്ല. നല്ല കുഴപ്പമില്ല, നല്ല മൂവി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലെത്തി. അപ്പോൾ സി യു നെക്സ്റ്റ് വ്ലോഗ്. ബൈ.